ഞങ്ങളോട് ആത്മാർത്ഥത, നിങ്ങൾക്ക് ഖുർആനായിട്ട് എന്താ ബന്ധം? സമസ്തക്കാർക്ക് അള്ളാന്റെ ഗ്രന്ഥവുമായി എന്താണ് ബന്ധം? ഞങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ട്. വല്ലാഹി എനിക്കറിയാൻ താല്പര്യമുണ്ട്. നിങ്ങൾ കാന്തപുരം ഉസ്താദിനെ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഇവിടെ വെച്ചാൽ ഞാൻ അവരോട് ചെറിയ ചോദ്യങ്ങൾ, ഞാൻ അവിടെ പോയിരിക്കും, ഒരു ഉത്തരം പറഞ്ഞാൽ മതി. വല്ലാഹി ഒരു കച്ചറയും ഞങ്ങൾ ഉണ്ടാക്കില്ല. ഒരു രണ്ടാളാണ് നിങ്ങൾക്ക് ഏറ്റവും വലുത്. ഒരു രണ്ടാൾ ഇവിടെ വന്നിരുന്നാൽ മതി. ജിഫ്രി മുത്തുക്കോയ തങ്ങളും ഞാൻ അധികവും കാണുന്ന ട്രെയിനിൽ വളരെ ഉഷാറാ എന്നെ മാടി വിളിച്ച് സലാം പറയുന്ന ആളാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ ഒന്നിച്ചു പോയപ്പോൾ എന്നോട് നിങ്ങൾ ഇങ്ങോട്ടാണ്, ഞാൻ കടലുണ്ടിൽ ഇറങ്ങും, വേണമെങ്കിൽ നിങ്ങൾ ഇവിടെ ഇരുന്നോളി നിന്നോട് മനുഷ്യൻ പറഞ്ഞ അത്ര സാധു. കാന്തപുരം ഉസ്താദിനെ നിങ്ങൾ എടുത്തുകൊണ്ടുവന്നാൽ മതി, ഞാനും കൈ പിടിക്കാം. ഈ കോണി ഇങ്ങോട്ട് കയറാൻ ഒറ്റക്കാവില്ല, വാർദ്ധക്യം കൊണ്ടാ, വേറൊന്നല്ല. നിങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് ഞങ്ങൾ ചില ചോദ്യം ചോദിക്കും ഉസ്താദ്മാരോട്, ഒരു ഉത്തരം പറഞ്ഞാൽ ഇരുന്നിട്ട് ഉത്തരം പറഞ്ഞാൽ നമുക്ക് വായക്കാട്ടേക്ക് കേൾക്കാം. കാന്തപുരത്തിന് ഞങ്ങളോടും ചോദിക്കാം. എനിക്ക് ഉത്തരം അറിയില്ലെങ്കിൽ ഞാൻ അറിയില്ല എന്നോട് പറയും. അറിയുന്ന ആളുകളാണ് കൂട്ടത്തിൽ ഒരു മറുപടിയും പറയും. ഞങ്ങൾ ഇപ്പൊ ചോദിക്കും നിങ്ങളോട് എന്താ അറിയോ? ഞാനിപ്പോ മുഹീദ്ദീമാല വായിച്ചു. ഇനി ഫതാവ മുഹീസുന്ന പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരുടേതാണ്. ഈ കാര്യത്തിലൊന്നും നിങ്ങൾ EKP എതിരെ അഭിപ്രായം ഇല്ലാത്തതുകൊണ്ടാട്ടോ. ഇതിൽ പറയുന്നത് എന്താ അറിയോ? എന്നെ വല്ലാണ്ട് ദുഃഖിപ്പിക്കുന്ന ചില പരാമർശങ്ങൾ നിങ്ങളുടെ നേതാക്കന്മാർ. ചോദ്യം മൊയ്തീൻ ശൈഖേ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്നിങ്ങനെ മരിച്ചുപോയവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് അനുവദനീയമാണോ? ഇസ്തിഹാസ നടത്തുന്നത് അനുവദനീയമാണോന്നല്ല, വിളിച്ച് പ്രാർത്ഥിക്കുന്നത് അനുവദനീയമാണോ? അതാണ് ചോദ്യം. അതിന് പൊന്മളന്റെ ഉത്തരം എന്താണ്? ഉത്തരം അനുവദനീയമാണ്. എന്തിന്? അല്ലാത്തോലെ ഇബാദത്ത് ചെയ്യൽ അനുവദനീയമാണ് എങ്കിൽ അതിന്റെ പേരല്ലേ ശിർക്ക്. അടുത്ത മറുപടി എന്താണ്? ഖുർആനിലും ഹദീസിലും ഇത് പറഞ്ഞിട്ടുണ്ട്. എന്ത് മൊയ്തീൻ ശൈഖേ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ, നിങ്ങൾക്ക് പ്രാർത്ഥിക്കാമെന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. പൊന്മളെന്ന് ജീവിച്ചിരിക്കുന്ന ആളാ, നിങ്ങൾ കൊണ്ടുവന്നോളൂ. നിങ്ങളൊരു ഡേറ്റ് ഫിക്സ് ചെയ്ത് പൊന്മളനെ കൊണ്ടുവന്നിട്ട് ഇതിനൊരു ആയത്ത് ഓതാൻ പറ, ഇതിനൊരു ഹദീസ് ഉദ്ധരിക്കാൻ പറ. എന്നിട്ട് പറയുന്നത് എന്താണ്? വിശുദ്ധ ഖുർആൻ അനുവദനീയമാണെങ്കിൽ വിശുദ്ധ ഖുർആനിലോ ഹദീസിലോ തെളിവുണ്ടോ എന്നാണ് ചോദ്യം. അവർ പറയുന്നത് തെളിവുണ്ട്. എന്നിട്ടൊരു ആയത്ത് ദുർവ്യാഖ്യാനിക്കാൻ, ഇന്നമാ വലിയുക്കുമല്ലാ എന്നുള്ള ആയത്ത് സൂറത്ത് മാഇദ. ആയത്തിന്റെ അർത്ഥവും അതല്ല, ആശയവും അതല്ല, സന്ദർഭവും അതല്ല, അതിന്റെ സബബുൻ നുസൂല് വേറെയാണ്, അതിന്റെ കോണ്ടസ്റ്റ് വേറെയാണ്. ഞാൻ ആ ഭാഗത്തേക്ക് കിടക്കണില്ല. ഇവരുടെ വാദം എന്താണ്? മരിച്ചുപോയ മഹാന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കുക എന്ന് മാത്രമല്ല, അവർ മുഖാന്തരേ റബ്ബിലേക്ക് പോകാവൂ, നേരിട്ട് തേടിയിട്ട് കാര്യമില്ല.